സമയം 4:15. ഞങ്ങള് പാലക്കാടിലേക്ക് കയറി. നല്ല മല മുമ്പില് നല്ലൊരു മല വരുന്നുണ്ട്. എന്തൊരു ബാക്കിൽ സൗണ്ട്, നല്ല മല വരുന്നുണ്ട്. സൈഡൊക്കെ കണ്ടൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇനി അടുത്ത കാഴ്ച കാണാം. അതാ മല, പിന്നെയും മല, നേരത്തെ കണ്ടത് തന്നെ. ഈവനിങ്ങിന് സർപ്പൂസ് സ്റ്റാൻഡ് പഠിച്ച അവിടെ തമിഴ്നാട്ടിൽ പഠിച്ച കൂട്ടുകാരൻ്റെ അടുത്ത് ഇത് മോന്ത് നോക്കിയ ചിത്രഗുപ്ത ഉണ്ട്, പിന്നെ മുട്ട ബജിയുണ്ട്, ഈനെന്താ പറയല്, ഈനെന്ത് പറയല്, ടീ കേക്ക് ഉണ്ട്, തീറ ഒരു പലഹാരത്തിനെല്ലാം അങ്ങനത്തെ പേരാ, അസലമുണ്ട്, പോത്തുണ്ട്. ഇതാണ് സർപ്പൂസിന്റെ ഇതാ അസ്ലമിന്റെ ഫേവറേറ്റ് അച്ചപ്പ. ഇതാ അച്ചപ്പ അസ്ലമ. തീർന്നു കൂട്ടലോട്ട് ഇപ്പൊ. അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും. നമുക്ക് ചായയൊക്കെ തിന്ന് സന്തോഷായി. അതിനെന്നെ ഞങ്ങൾ ഒന്നിച്ച് തമിഴ്നാട് പഠിച്ച ആൾക്കാരാ. മുസ്ലിസ്ഥാനെ വീട്ടിലേക്ക് വന്ന് ചായ കുടിച്ച് സമാധാനം. കഴിഞ്ഞ കോയമ്പത്തൂർ യാത്രയിലും ഇവിടെ കയറിയിരുന്നു ചായ കുടിച്ച് ഓർമ്മയുണ്ട്. ജക്കീറിൻ്റെ ഒന്നിച്ച് കാഞ്ഞങ്ങാട് വർക്കെടുത്ത് ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഇവിടെ നിന്ന് വെള്ളം. ഇതെന്ത് സ്ഥലത്തല്ലേ? ഇവനാണ് കൂട്ടുകാരൻ അല്ലേ? കിട്ടി. പാലക്കാട് വീട്. സമയം 6 മണിയാവാൻ 5:53. ളുഹൂറിന് ഇറങ്ങുമ്പോൾ നിസ്കരിക്കണം എന്ന് കരുതിയതാണ്, പക്ഷെ മറന്നുപോയി. പിന്നെ എന്ന് പറഞ്ഞിട്ട് അവസാനം ഇപ്പോൾ 6 മണിയാവാനായി. ഇപ്പോൾ പാലക്കാട് സെക്കൻഡിൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഇവിടെ തന്നെ ഒരു പള്ളിയുണ്ട്. അതായത് തന്നെ ഓപ്പണ്, മറ്റേത് ക്ലോസ് ഇത് ഓപ്പണ്. ഇവിടുന്ന് നിസ്കരിക്കട്ടെ. ളുഹൂർ അസ്ർ ചെമ്പം കസറാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതന്നെ തോന്നുന്നു. ഇത് ഭയങ്കര ഇഷ്ടമായില്ലോ 6 മണി നമ്മളൊക്കെ. ഇത് തന്നെ ഞങ്ങൾക്ക് നിസ്കരിച്ചിട്ട് കാണാം. നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ അങ്ങോട്ട് എന്ത് ഇരുട്ടെന്നറിയോ? ഒന്നാമത് ഇവിടെ ഫുള്ള് മരങ്ങളെന്ന് പറഞ്ഞിട്ടില്ല. ആ പള്ളീൻ്റെ നേരത്തെ ആ വീട് എടുത്ത സ്ഥലമല്ല, പള്ളീൻ്റെ മുറ്റം, അവിടെ തന്നെ ഇരുട്ട്. രസമുണ്ട്, അടിപൊളി. സൂര്യൻ അസ്തമിക്കാനായി. 6 മണി കഴിഞ്ഞു. ഇതാണ് ഞങ്ങളെ സാരഥി. അസ്ലമിൻ്റെ വണ്ടിക്ക് ആരോ തൂറി പോകുന്നില്ല. അസ്ലമത്ത് വിട്ടോ പോകുന്നില്ലേ? ചേറിൻ്റെ അടുത്ത് എന്താ ഇങ്ങനെ വേറെ ആൾക്കുള്ള ഏത് പക്ഷി തൂറിയാന്ന് തോന്നുക. ഇവിടെ മുതൽ ഇതാ ഒന്നാകെ പ്ലോന്ന് പറഞ്ഞ് തൂറിയിട്ടുണ്ട്, താഴെ വരെ ഉണ്ട്. നിസ്കാരമൊക്കെ കഴിഞ്ഞു, യാത്ര തുടരുന്നു. അതിനിടയിൽ പാലക്കാടിൻ്റെ തണുത് വാങ്ങി ഇവിടെ കിട്ടി. ഒന്നുമില്ല, നല്ല അടിപൊളി പാടം. അതിവിടെ നിർത്തി നല്ല കുറച്ച് ഷോട്ട് എടുക്കാൻ കരുതി. എന്താ രസം എന്നറിയാം, നീണ്ട് പരന്ന് കിടക്കുന്നുണ്ട്. സൂര്യൻ അസ്തമിക്കാനായി, അതുകൊണ്ട് ലൈറ്റ് കുറവാണ്. L14AF 18-17. മോനെ കുറച്ചേരം നല്ല അതാ അസ്തമയ സൂര്യനും പാടവും മലയും. ഇതാണ് ശരിക്കും പാലക്കാട്. ആ കാണുന്ന റോഡിൽ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് അവിടെ നല്ലൊരു വയലുണ്ട്. അതിൻ്റെ ഇടയിൽ അവിടെ ഒരു കാറും കണ്ട്. അപ്പം ഞങ്ങൾക്ക് എന്തേ വന്നാൽ എന്നൊരു ചിന്ത. നല്ല അടിപൊളി സ്ഥലമല്ലേ നോക്കിയാൽ, നല്ല വയൽ. ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞ് കിടക്കുന്നുണ്ട്, പശുക്കളുണ്ട്, പുല്ല് മേയുന്ന പശുക്കൾ. ബാക്കിൽ നല്ല വിശാലമായ മല. നല്ല അടിപൊളി സ്ഥലം. അപ്പോൾ ഇങ്ങനെയൊക്കെ സ്ഥലം മിസ് ചെയ്യുന്ന എങ്ങനെ? പശു ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ എന്തായാലും മെല്ലെ പോവാണ്. നല്ല അടിപൊളി സ്ഥലം. എടാ നോക്കടാ, എന്താ വ്യൂ. നേരത്തെ വയലൊന്നും കാണുന്നേ ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. ആ വിഷമം ഇപ്പം മാറിക്കിട്ടി. ഇനി കുറച്ച് സമയം ഇവിടെ ചിലവഴിച്ചിട്ട് പോവാം. പറ, നിന്റെ കാരണം കൂടിയല്ലേ. എന്താക്കണ ചെല്ല് എന്താക്കണോ? മച്ചയാക്ക ജക്കരി ക്യാമറ എടുത്തിന്, എന്ത് പേടിക്കണ്ട. ഞാൻ മോനെ ജക്കരിന്റെ ഫോട്ടോ വരാനുണ്ട്. ഇപ്പൊ മില്യൺ പാറു ജക്കരി വീഡിയോ എടുക്കുന്ന അസ്ലമിന്റെ അല്ലേ ഇന്ന്? അസ്ലമ നിന്റെ 18-17 1 മില്യണിൽ കയറൂ. ഞങ്ങളില്ലേ കാറിൻ്റെ അവിടെ ഒളിച്ചേക്കുന്നുണ്ട്. സംഭവം എന്ന് അറിയോ? ഞങ്ങൾ ഒളിച്ചേക്കുന്നുണ്ട്. അപ്പത്തെ സെക്കൻഡ് വീഡിയോ എടുക്കുന്നുണ്ട്. ഞങ്ങളോട് കുഞ്ഞിരിക്കാൻ പറഞ്ഞു. സെക്കൻഡ് കഴിഞ്ഞാ
ഞങ്ങൾ എണിച്ചേ. കാറിങ്ങോട്ട് വരാനും സ്ഥലങ്ങളൊക്കെ നല്ല രസമുണ്ട്, സ്ഥല രസമുണ്ട്, കാണാൻ രസമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടേക്ക് വണ്ടി വന്നിട്ട് തിരിക്കാൻ സ്ഥലമില്ല. പിന്നെ അവിടെ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു ഏരിയയില്ല, ആ ഒരു കോർണർ, അവിടെ കുറച്ച് ഗ്യാപ്പുണ്ട്. നോക്കി 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 എടുത്താൽ സെറ്റായി കിട്ടും. അല്ലെങ്കിൽ ആ പാടത്ത് വെള്ളത്തിലുണ്ടാവും. മതിറ അപ്പുറ സൈഡാ. യമോ അസ്ലമിടെ നെഞ്ഞു വറക്കുന്നുണ്ട്. നല്ല വലിയ മല കേട്ടോ. പിന്നെ പല മഴക്കാലൊക്കെയാണ് നല്ല രസമാണ്. നല്ല മഴയുള്ള സമയമാണെങ്കിലല്ലേ ആ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇറങ്ങുന്നത് കാണാമായിരുന്നു. ഇത് ഞാൻ എടുക്കുന്നുള്ളത് ഗോപ്രോയിലാണ്. എന്നെ എന്താ കൊല്ലം തന്നെ. നല്ല വയൽ, എന്താ പറയുക, എന്താ പറയുക, നെൽകൃഷി നട്ടിട്ടുണ്ട്. എന്നൊക്കെ മറന്ന് എൻ്റെ ഉപ്പുപ്പാക്കും മൂത്താപ്പാക്കും എല്ലാവർക്കും വയലുണ്ടായിരുന്നു. അപ്പോൾ അതാ നല്ല നെൽകൃഷി ഇതായിട്ട് ഇവിടെ ചെറുതായിട്ട് ഇതായിട്ടുണ്ട്, പൊന്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ അസ്ലം റിവേഴ്സ് എടുത്ത് അവിടെ മരത്തിനോടെ കൊണ്ടുവച്ച് ഇപ്പോൾ അർഷാദിൻ്റെ വക ഫോട്ടോഗ്രാഫ് ഉണ്ട്. ഇപ്പോൾ സക്കരി നിൻ്റെ വീട് 1 മില്യൺ അല്ലേ? അർഷാദിൻ്റെ 2 മില്യൻ്റെ വീട് വരാനുണ്ട് മോനെ. അർഷ 2 മില്യൺ കംപ്ലീറ്റ് ആവോ? സക്കറിനെ പൊട്ടിക്കോ. അർഷാദിൻ്റെ കാര്യമായ വരുന്നുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ അല്ല കേട്ടോ, ഇവന് റീൽസിൻ്റെ താരമാണ്, താരം. നിന്റെ അക്കൗണ്ട് മെൻഷൻ ചെയ്യട്ടെ നിന്റെ ഒക്കെ തന്നെ. മമ്മൂട്ടിയെല്ലാം ബാക്കിൽ നിൽക്കുന്നല്ലേ പറയുന്നുണ്ടോ അവന്? നോക്കാ അങ്ങനെ മമ്മൂട്ടിയെല്ലാം ഔട്ടായി ഇറങ്ങാറ്. പിന്നെ പാട ചളി കൊണ്ടുണ്ടാക്കിയ പാടവരമ്പുണ്ട്. റബ്ബി പണ്ട് ഇങ്ങനെ നടന്ന ഓർമ്മയുണ്ട്. പണ്ട് മഞ്ചേരി ഉണ്ടാകുമ്പോൾ, അതൊക്കെ കഴിഞ്ഞിട്ട് എത്ര വർഷങ്ങളായി. ഇവിടെ വെള്ളം കെട്ടിയിട്ട് അത് കളയാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു ചാലാക്കിയിട്ടുണ്ട്. ഇതിന് പ്രശ്നം എന്താണെന്നറിയോ? ഈ പാടവരമ്പിൻ്റെ സ്ലിപ്പാവും. ഒന്നിൽ സ്ലിപ്പാവും, അല്ലെങ്കിൽ ഇത് ചെറുതായിട്ട് കിട്ടിയും ഇതാകണ്ട താന്ന് കണ്ട. ഇതുവരെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് മതിർത്തി വെട്ടാനൊക്കെ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഇവിടുന്ന് ഇത് സ്ലിപ്പാവും. പമ്പൂരാണ്. ഇവിടുന്ന് ഈ പാടത്ത് നിന്ന് മൊത്തമുള്ള ഇത് ഫുള്ള് ഇതിലേക്ക് വെള്ളം തട്ടി പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ വിത്തിട്ടതേ ഉള്ളൂ എന്ന് തോന്നുന്നു, ചെറുതായിട്ട് മുളക്കുന്നേ ഉള്ളൂ. നല്ല ജലദോഷം വന്നു. പിന്നെ ഇനിയൊരു പ്രശ്നമുണ്ട്, എന്നെ കാറ് കയറ്റം തോന്നുന്നില്ല. ഞാൻ കാറിന് ഔട്ടായിരിക്കും മിക്കവാറും. സക്കറിനെ പ്രലോഭിപ്പിച്ചിട്ട് ഇതിലെ കൊണ്ടുവരുന്നുണ്ട്. എപ്പോൾ പോകുന്ന അറിയില്ല, ലൈവായിട്ട് കാണാം സക്കരി ചന്തി കുത്തി പോകുന്നത്. നീ 3 പ്രാവശ്യം ജനിക്കണം ഇങ്ങനെ വീട്ടാണ്. എന്തേ നീ പോവല്ലേ? നമ്മ ഇങ്ങനെ തോട് പോയാലല്ല എത്ര കാലം കണ്ടതല്ലേ, നടന്നു പരിചയമുണ്ടാ? ഞമ്മ ഇതിന്റെ ഉള്ളില് ഫുട്ബോൾ കളിച്ചു. ഇനി ഞാൻ കുറച്ച് ഫോട്ടോ എടുത്ത് നോക്കട്ടെ. അസ്ലമ വേറൊരു കാര്യം അറിയോ? ഞാൻ പേടിച്ചോണ്ടായിന് എൻ്റെ കാലടി ചളിയായി. ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ കാറിൽ കയറ്റൂല. ഇപ്പം സമാധാനം, എല്ലാവരും കാലിൻ്റെ അടിയും ചളിയായി. അങ്ങനെ ഞങ്ങൾ ഇവിടെ വയലിൽ കറക്ക് വെച്ച് ഫോട്ടോ വീടൊക്കെ ഏകദേശം എടുത്ത് കഴിഞ്ഞ് ഇന്നിപ്പോൾ പോകാൻ നിൽക്കുമ്പോൾ സെക്കൻഡ് കൂട്ടുകാരന് സ്കൂട്ടറിൽ വന്ന് പിന്നെ അവർ മുണ്ടന്ന് ഇന്ന് തന്നെ ഫുള്ള് കൂട്ടുകാരെ കാണുന്ന ഒരു ദിവസമായിരുന്നു. നല്ല ചുമയും ജലദോഷമൊക്കെ വന്നല്ലോ. നല്ല രസമുണ്ട് കേട്ടോ അല്ലേ? എന്നിട്ട് 1 മുതലേ അല്ലേ? കുറച്ചും കൂടെ നേരത്തെ ആണെങ്കിലേ നല്ല രസമുണ്ടാട്ടി. നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ വെയിലൊക്കെ പോയി സൂര്യൻ പിന്നെ അസ്തമിച്ചല്ലേ. ഇവിടെ പിന്നെ ഒന്നുണ്ടാ പെട്ടെന്ന് ഇതാവും, കാരണം ഇവിടെ മലയല്ലേ, മറയും. അങ്ങനെ കുറേ സമയം ഇവിടെ നിന്ന് അവസാനം ഞങ്ങൾ ഇവിടെയാണ്. കൂട്ടുകാരനുണ്ട്